ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ. ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9ലേക്ക് വന്നതാണ് കേട്ടോ. പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രത്യേക കമൻറ്റും കാര്യങ്ങളൊക്കെ ടീച്ചറിനെ അറിയിക്കണേ. അപ്പോൾ ഏത് ചാപ്റ്റർ നോക്കിയാലോ, ഒന്നാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേരെന്താണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് നോക്കാം അല്ലേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ എന്താ കൊടുത്തേക്കുന്നത്, ഒരു അമ്മയും മോളും കാറിൽ എങ്ങോട്ടോ പോവാണല്ലേ. അപ്പം മോള് പറയാണ്, ഹേ ദർ ഈസ് വാട്ടർ ഓൺ ദ റോഡ്, മോം പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. അമ്മേ, റോഡിൽ വെള്ളമുണ്ട്, കെയർഫുൾ ആയിട്ട് മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ അല്ലേ. ഇറ്റ് ഈസ് സമ്മർ നൗ, ഇത് വേനൽക്കാലമല്ലേ. നോ ചാൻസ് ഓഫ് വാട്ടർ ലോജിങ്, സീ വെൻ യു റീച്ച് ദർ. മോളെ, ഇത് വേനൽക്കാലമാണ്, അപ്പോൾ എന്തുണ്ടാവില്ല, റോഡിൽ വെള്ളമൊന്നും കെട്ടിക്കിടക്കുന്നുണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഹാവ് യു ഹാഡ് എ സച്ച് ആൻ എക്സ്പീരിയൻസ്, ഇതിനു മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? മെനി ഓഫ് സച്ച് എക്സ്പീരിയൻസ് ആർ റിലേറ്റഡ് ടു ദ വേരിയസ് ഫിനോമിന ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റിന്റെ വിവിധ ഫിനോമിന കാരണം അല്ലെങ്കിൽ വേരിയസ് ഫിനോമിന കാരണം ഇങ്ങനത്തെ പല എക്സ്പീരിയൻസും എന്ത് ചെയ്യലുണ്ട്, ഉണ്ടാവാറുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ നോക്കിക്കേ, 1.1 പിക്ചറിന്റെ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്, ഒരു ഗ്ലാസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണുള്ളത്, ഒരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ വെള്ളമാണുള്ളത് കേട്ടോ. എന്ത് വെള്ളമാണുള്ളത്, നാരങ്ങ വെള്ളം. എന്നിട്ട് ഈ നാരങ്ങ വെള്ളത്തിലേക്ക് ഒരു സ്ട്രോ ഇറക്കി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് പിക്ചർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കാം. അപ്പം നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞ് നോക്കിയാൽ മതി കേട്ടോ. ഹാവ് യു എവർ ഒബ്സർവ് ദ സ്ട്രോ ഇൻ എ ഗ്ലാസ് ഓഫ് ലെമനേഡ്. ഇവിടെ ഒരു ഗ്ലാസ്സിൽ എന്തിറക്കി വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സിന്റെ നാരങ്ങ വെള്ളത്തിൽ ഒരു സ്ട്രോ ഇറക്കി വെച്ചിട്ടുണ്ട്. ഡസ് ഇറ്റ് അപ്പിയർ ബെൻഡ്, ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ബെൻഡായ രീതിയിൽ തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ബെൻഡായ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്തത്, വാട്ട് കുഡ് ബി ദ റീസൺ, എന്താണ് ഇതിന് കാരണം എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കാരണം എന്താണെന്നുള്ളത് താഴെ പറഞ്ഞ് നോക്കി പോവാം കേട്ടോ. വി സി ആൻ ഒബ്ജക്റ്റ്, വി സി ആൻ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് കാണുന്നത്. വെൻ ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ ഒബ്ജക്റ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് ഫാൾസ് ഓൺ യുവർ ഐസ്. അപ്പൊ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു എപ്പോഴാണ് കാണുന്നതെന്ന് വെച്ചാൽ, ആ വസ്തുവിൽ പ്രകാശം വന്ന് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു വസ്തുവിനെ കാണുന്നത്. ഡു നോട്ട് യു തിങ്ക് ദ ലൈറ്റ് റൈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സ്ട്രോയ് ഡിപ്ഡ് ദ ലെമനേഡ് ട്രാവൽ ടു ദ ഡിഫറെന്റ് മീഡിയം ബിഫോർ ദേ റീച്ച് യുവർ ഐസ്. അപ്പൊ പറഞ്ഞേക്കുന്നത് പേടിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. ഈ ഒരു സ്ട്രോയ് ബെൻഡായിട്ട് തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ലൈറ്റ് വന്ന് എവിടെ തട്ടുന്നുണ്ട്, ഈ സ്ട്രോയിൽ തട്ടുന്നുണ്ട് അല്ലെ. ലൈറ്റ് വന്ന് എവിടെ തട്ടുന്നുണ്ട്, സ്ട്രോയിൽ തട്ടുന്നുണ്ട്. അങ്ങനെ ഈ സ്ട്രോയിൽ തട്ടി ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വേണം എവിടെ വന്ന് തട്ടാൻ, നമ്മുടെ കണ്ണിൽ വന്ന് തട്ടാനല്ലേ. ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്തിലൂടെയൊക്കെ കടന്നു വരണടാ, നമ്മുടെ ഈ നാരങ്ങ വെള്ളത്തിലൂടെ കടന്നു വരണം. അതേപോലെ ഈ ഗ്ലാസിന്റെ പുറമെ കൂടെയും വേണം എന്ത് ചെയ്യാൻ, കടന്നു വരാൻ അല്ലേ. ഗ്ലാസിന്റെ ഉൾഭാഗത്തൂടെ വേണം എന്ത് ചെയ്യണം, കടന്നു വന്ന് നമ്മുടെ കണ്ണിൽ തട്ടാൻ. അതുകൊണ്ടാണ് ഇത് എന്തായിട്ട് തോന്നുന്നത്, ബെൻഡായിട്ട് തോന്നുന്നത് കേട്ടോ. എന്തായിട്ട് തോന്നുന്നത്, ബെൻഡായിട്ട് തോന്നുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നോക്കിയാലോ, ഇവിടെ ഒരു ട്രഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ട്രഫിൽ എടുത്തിട്ടുണ്ട്. നോക്കിക്കേടാ, ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ട്രഫിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ട്രഫിൽ ഏകദേശം 1/4 ഭാഗത്തോളം വെള്ളം എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എത്ര ഭാഗത്തോളം വെള്ളം എടുക്കാനാണ്, 1/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ആഡ് 2 or more 3 drops ഓഫ് മിൽക്ക്. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ 2 or 3 എന്ന് പറഞ്ഞേക്കുന്നു കേട്ടോ. അപ്പം നമ്മളോട് 1, 2, 3 തുള്ളി പാൽ ഈ വെള്ളത്തിലോട്ട് ചേർക്കുക. എത്രയാണ് ചേർക്കാൻ പറഞ്ഞേക്കുന്നത്, 2 അല്ലെങ്കിൽ 3 തുള്ളി ഡ്രോപ്പ് മതിയെ പാല് ഈ വെള്ളത്തിലേക്ക് ചേർക്കുക. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, എന്ത് വെച്ച് കവർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ട്രാൻസ്പെറന്റ് ഷീറ്റ് പേപ്പർ. ഒരു ട്രാൻസ്പെറന്റ് ആയ
ഷീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ട്രഫിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം ബാക്കി വന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്മോക്ക് അല്ലെങ്കിൽ പുക കയറ്റാനാണ്, ബാക്കി വന്ന സ്പേസിൽ പുക കയറ്റാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തതാണ് നമ്മുടെ പരീക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ലേസർ ടോർച്ച് ഉപയോഗിച്ച് ഇതിന് മുകളിൽ നിന്ന് ഫ്ലാഷ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിന് മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കാനാണ്, ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. എടാ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഈ പരീക്ഷണത്തിൽ ഒരു ട്രഫിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന് 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്, ഇതിൽ 3-4 തുള്ളി മിൽക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഇത് കവർ ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുക നിറച്ചു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്, ലൈറ്റിന്റെ പാത്ത് ഇവിടെ ഒരു ഡയഗ്രാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കിക്കേടാ, ഇത് നമ്മൾ ലൈറ്റ് അടിച്ചാണ് അല്ലെ. ലൈറ്റ് ഏതിലൂടെയാണ് വരുന്നത്, എയറിലൂടെയാണ് വരുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് വാട്ടറിലോട്ട് കടന്നു പോകുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കുന്നു, ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നുണ്ട്, ഡീവിയേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും വ്യതിയാനം എന്നാ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്, വ്യതിയാനം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാലോ. വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ് വിത്തിൻ ദ ട്രഫിൽ. അപ്പോൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ട്രഫിലിലൂടെയാണല്ലോ ഈ സാധനം കടന്നു പോകുന്നത് അല്ലേ. ട്രഫിലിൽ ഏതെല്ലാം മീഡിയയിലൂടെയാണ് ലൈറ്റ് കടന്നു പോയത്. നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതെല്ലാം മീഡിയയിലൂടെയാണ് കടന്നു പോയതെന്ന് പറഞ്ഞേ. നമുക്കിവിടെ എഴുതി പോലെ ഏതെല്ലാം മീഡിയയിലൂടെയാണ്, നമ്മുടെ എയർ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്, വാട്ടർ ഉണ്ട് അല്ലേ. എയറും ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്, വാട്ടറും ഉണ്ട്. എയറിലൂടെയും വാട്ടറിലൂടെയുമാണ് കടന്നു പോയത്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൗ വിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ബി വെൻ ഇറ്റ് പാസസ് ത്രൂ ഓൺലി വൺ മീഡിയം. ഒരു മീഡിയയിലൂടെ മാത്രം ലൈറ്റ് കടന്നു പോകുമ്പോൾ ഈ ലൈറ്റ് റേക്ക് എന്തെങ്കിലും, ഇതിന്റെ പാത്തിന് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടോ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഒരു മീഡിയയിലൂടെ മാത്രമാണ് ലൈറ്റ് കടന്നു പോകുന്നതെങ്കിൽ ഇതിന്റെ പാത്തിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടോ, ഇല്ല, നോയാണ് അല്ലേ. പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഇതിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവോ, ഇല്ല. പ്രത്യേകിച്ച് ഡീവിയേഷന്, ലൈറ്റിന്റെ മീഡിയത്തിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവോ, ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ഈസ് ദർ എനി ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻഡ് ഒബ്ലിക്ലി ഫ്രം ദ വൺ മീഡിയം ടു അനദർ മീഡിയം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാല്, ഒന്നാമത്തെ മീഡിയയിൽ നിന്ന് ഒന്നാമത്തെ മീഡിയയിൽ നിന്ന് രണ്ടാമത്തെ മീഡിയയിലേക്ക് നമ്മുടെ ലൈറ്റ് എങ്ങനെയാണ് വന്നത്, ചെരിഞ്ഞിട്ടാണ് എൻ്റർ ചെയ്തത് അല്ലേ. ലൈറ്റ് എങ്ങനെയാണ് വന്നത്, ചെരിഞ്ഞിട്ടാണ് എൻ്റർ ചെയ്തത്. അങ്ങനെ ചെരിഞ്ഞിട്ട് എൻ്റർ ചെയ്തത് കൊണ്ട് തന്നെ ഇതിന് എന്ത് സംഭവിച്ചു, ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ടോ, ചെരിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ചെരിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ വന്ന് പതിച്ചത്, ചെരിഞ്ഞിട്ടല്ലേ, അതിന് ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ടോ, യെസ്, ഡീവിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, വേർ ഡസ് ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. എവിടെ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ഇതിനൊരു ഡയറക്ഷന് ചേഞ്ച് ഉണ്ടായത്, എവിടെ വെച്ചിട്ടാണ് ഒന്ന് നോക്കിക്കേ. എയറിൽ നിന്ന് വന്നു വാട്ടറിലോട്ട് പോയി, കറക്റ്റ് എവിടെ വെച്ചിട്ടാണ്, ഇത് ഈ എയറിനെയും വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇതിന് എന്ത് സംഭവിച്ചത്, ഒരു ഡീവിയേഷൻ സംഭവിച്ചത്. ശരിയല്ലേ. ഇനി നെക്സ്റ്റ് അടുത്തിലേക്ക് നോക്കിപ്പോട്ടോ. അടുത്ത് എന്താ പറയാനുള്ളതെന്ന് നോക്കിപ്പോവാ. ഇന്ന് നോക്കിക്കേ. Allow the light from a laser torch to fall perpendicular to the surface of the water taken in the trough. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട് ലൈറ്റിനെ ഫാൾ ചെയ്യാൻ, ലൈറ്റിനെ കടത്തി വിടാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നോക്കിക്കേ, ഇവിടെ പെർപെൻഡിക്കുലർ നേരെ കടത്തി വിട്ടു, ആണ്ടോ, എയറിൽ നിന്ന് വാട്ടറിലോട്ട് പോയി. ഈസ് ദെയർ എ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ്, റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. അപ്പം നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലൈറ്റിന്റെ റേക്ക് അതിന്റെ പാത്തിന് എന്തെങ്കിലും ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ഇതിന്റെ പാത്തിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇല്ല. സാധാരണ നേരെ വന്ന് നേരെ അങ്ങോട്ട് പോവല്ലേ ചെയ്തത്, ഇതിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ചെരിഞ്ഞാണ് ഒരു മീഡിയയിൽ നിന്ന് മറ്റൊരു മീഡിയയിലേക്ക് കടന്നു പോകുന്നതെങ്കിൽ അതിന് ഡീവിയേഷൻ സംഭവിക്കും. എന്നാൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു മീഡിയയിൽ നിന്ന് മറ്റൊരു മീഡിയയിലേക്ക് പോകുന്നതെങ്കിൽ അതിന് എന്ത് സംഭവിക്കില്ല, ഡീവിയേഷൻ സംഭവിക്കില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇവിടെ എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താന്ന് വായിച്ചു നോക്കിയാലോ.
വെൻ ലൈറ്റ് ട്രാവൽ ത്രൂ എ സിംഗിൾ മീഡിയം. വെൻ ലൈറ്റ് ട്രാവൽ ത്രൂ എന്താണ്? സിംഗിൾ മീഡിയം. ഒരു മീഡിയയിലൂടെ മാത്രമാണ് ലൈറ്റ് കടന്നു പോകുന്നതെങ്കിൽ, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മീഡിയയിലൂടെ മാത്രമാണ് ലൈറ്റ് കടന്നു പോകുന്നതെങ്കിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മുടെ ലൈറ്റിന്റെ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഒരു മീഡിയയിലൂടെ മാത്രമാണ് കടന്നു പോകുന്നതെങ്കിൽ ലൈറ്റിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ when it enters obliquely from the one medium to another medium. ഒരു മീഡിയയിൽ നിന്ന് മറ്റൊരു മീഡിയയിലേക്ക് ലൈറ്റ് എങ്ങനെ വരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? ചെരിഞ്ഞാണ് വന്ന് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ കറക്റ്റ് ഈ രണ്ട് മീഡിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് ഇതിനെന്ത് സംഭവിക്കുന്നതാ? ഡീവിയേഷൻ സംഭവിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഒരു ഗ്ലാസ്, അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് മിൽക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ലൈറ്റ് ചെരിഞ്ഞാണ് പതിക്കുന്നത് എങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇതിനെന്ത് സംഭവിക്കുന്നു? ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ഒരു മീഡിയയിൽ നിന്ന് മറ്റൊരു മീഡിയയിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെ പതിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? ചെരിഞ്ഞാണ് വരുന്നതെങ്കിൽ, ചെരിഞ്ഞാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഈ രണ്ട് മീഡിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇതിനെന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നു എന്നാ പറയുന്നത് കേട്ടോ. ദർ വിൽ ബി നോ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് നോർമലി. എന്നാൽ എങ്ങനെ വരുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുന്നില്ല? ഡീവിയേഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് അടുത്തത്, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആദ്യം പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇവിടെ ഒരു കാർ വന്ന പാത്താണ് കൊടുത്തേക്കുന്നത് അല്ലേ. ആദ്യം ഏത് സർഫസ് ആണ് നോക്കിക്കേ? നല്ല സ്മൂത്ത് ആയ സർഫസ് ആണ് അല്ലേ. ആദ്യം ഏത് സർഫസ് ആണ്? സ്മൂത്ത് സർഫസ് ആണ്. രണ്ടാമത്തെ എന്താണ്? റഫ് സർഫസ് ആണ് അല്ലേ. Observe the speed of direction of a toy car moving from a smooth surface to a rough surface. അപ്പോൾ ഒരു കാർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്മൂത്ത് സർഫസിൽ നിന്ന് റഫ് സർഫസിലേക്ക് കടന്നു പോകുന്ന ഒരു പാത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കാർ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ കാറിന്റെ ചലനം അല്ലെങ്കിൽ മോഷന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പം നിങ്ങൾ പറഞ്ഞ ഈ കാറിന്റെ ചലനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ്, മാറ്റം ഉണ്ടായിട്ടുണ്ട്. വേർ ഡസ് ദ ചേഞ്ച് ഒക്കർ? എവിടെ വെച്ചിട്ടാണ് ഈ ചേഞ്ച് സംഭവിച്ചത്? എവിടെ വെച്ചിട്ടാടാ? ഇത് നോക്കിക്കേ, ഈ സ്മൂത്ത് സർഫസിനെയും അതേപോലെ കണ്ടോ, ഈ സ്മൂത്ത് സർഫസിനെയും അതേപോലെ റഫ് സർഫസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് സംഭവിച്ചത്? ഇതിനൊരു ചേഞ്ച് സംഭവിച്ചത്. നെക്സ്റ്റ് അടുത്തത്, ഡിഡ് ദ കാർ മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫസ്? അപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സ്മൂത്ത് സർഫസിലും അതേപോലെ റഫ് സർഫസിലും കാറ് ഒരുപോലെയാണോ അല്ലെങ്കിൽ ഒരേ സ്പീഡിലാണോ മൂവ് ചെയ്തത്? ഒരേ സ്പീഡിലാണോ മൂവ് ചെയ്തത്? അല്ല അല്ലേ, ഒരേ സ്പീഡിലല്ല മൂവ് ചെയ്തത്. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈസ് കേസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് കാർ ഈസ് മൂവ് ഫ്രം ദ വൺ സർഫസ് ടു അനദർ സർഫസ്. അപ്പോൾ ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിന്റെ ദിശയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു സർഫസിന്റെ രണ്ട് സർഫസും രണ്ട് രീതിയിലാണ് അല്ലെ. ഒന്ന് സ്മൂത്ത് ആണ്, ഒന്ന് റഫ് ആണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന്റെ സ്പീഡിന് മാറ്റം സംഭവിച്ചത്. ഇനി നെക്സ്റ്റ് അടുത്തത്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ദ ഡിഫറെന്റ് മീഡിയം. അപ്പം ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് പല മീഡിയത്തിലും പലതാണ് എന്നാ പറയുന്നത് കേട്ടോ. ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് കേസ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് when passes from the one medium to another medium. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലൈറ്റിന്റെ സ്പീഡ് പലതായതുകൊണ്ടാണ് ഇതിനെന്ത് സംഭവിക്കുന്നത്? ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വിവിധ മീഡിയത്തിൽ പലതരത്തിലായിരിക്കും, ഡിഫറെന്റ് മീഡിയത്തിൽ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നത്? ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്തത് കുറച്ച് ഇവിടെ എക്സാമ്പിൾസ് അല്ല, നമ്മുടെ മീഡിയവും സ്പീഡ് ഓഫ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയറിന്റെ എത്രയാണ്? 3 × 10⁸ ആണ്. വാട്ടർ ആണെങ്കിൽ എത്രയാണ്? 2.25 × 10⁸ ആണ്. ഗ്ലാസ് ആണെങ്കിൽ എത്രയാണ്? 2 × 10⁸ ആണ്. ഡയമണ്ട് എത്രയാണ്? നമ്മുടെ ഡയമണ്ട് എത്രയാണ്? 1.25 × 10⁸ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. അടുത്തത്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫർ വേരിയസ് മീഡിയം ത്രൂ ദ ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഈ നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്നാണ് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ മീഡിയം
ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയത്തിലൂടെ ആര് കടന്നു പോകും? നമ്മുടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ മീഡിയയ്ക്കും ലൈറ്റ് കടത്തി വിടാനുള്ള പവർ വേറെ വേറെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ലൈറ്റ് കടത്തി വിടാനുള്ള ഒരു മീഡിയയുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എബിലിറ്റി ഓഫ് എ മീഡിയം, അല്ലെങ്കിൽ ഒരു മീഡിയയുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓരോ മീഡിയയുടെയും ലൈറ്റ് കടന്നു പോകുന്നത് പലതരം സ്പീഡിലാണ്. അപ്പോൾ ഒരു മീഡിയയിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിനെ കടത്തി വിടാനുള്ള ഒരു മീഡിയയുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ, സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ. ലൈറ്റിന്റെ സ്പീഡ് കുറവാണെങ്കിൽ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും. അവിടെ എന്തായിരിക്കും? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ ദ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഹയർ ആണെങ്കിൽ അവിടെ എന്ത് ഡെൻസിറ്റി ആയിരിക്കും? ലോവർ ഡെൻസിറ്റി ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, എയറിനേക്കാളും എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് ആർക്ക്? നമ്മൾ നെക്സ്റ്റ് അടുത്ത ആരെ ഇവിടെ പറഞ്ഞ എയറിനേക്കാളും കൂടുതലാണ് വാട്ടർ. വാട്ടറിനേക്കാളും കൂടുതലാണ് വാട്ടർ, ഗ്ലാസ് അല്ലേ, പിന്നെയാണ് ഡയമണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്താൽ മതി? ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇപ്പം ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് എന്ത് ചെയ്യണം? ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ മിസ്സിനെ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.